എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കുൽഫി മോൾഡോ ഗ്ലാസ്സോ ഒന്നും തന്നെ ഇല്ലാതെ കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കുൽഫി ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കുൽഫി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു കുൽഫി ഞാൻ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് 1 ലിറ്റർ പാലിലാണ്. കുൽഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാത്ത ഫുൾ ഫാറ്റ് പാല് തന്നെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഫുൾ ഫാറ്റ് പാലിൽ തന്നെ നമ്മളിത് ചെയ്താൽ നമുക്ക് നല്ല ക്രീമി ആയിട്ട് ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ 1 ലിറ്റർ പാല് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഈ ഒരു പാലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പാല് ഞാനിവിടെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പാലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കൈവിടാതെ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളിതിലേക്ക് 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് ഏകദേശം ഒരു പകുതിയോളം ആക്കി ഒന്ന് കുറുക്കിക്കൊണ്ടിരണം. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് ഏകദേശം ഒരു പകുതിയോളം ആയി ഒന്ന് കുറുകി ഒന്ന് വരുന്ന ഒരു പരുവായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒരു പ്രത്യേക കാര്യമുള്ളത്, നമ്മൾ ഈ ഒരു പാൽ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഏകദേശം ഒരു പകുതിയോളം നമ്മളൊന്ന് കുറുക്കിക്കൊണ്ടിരുത്തില്ലേ, നമ്മൾ തീ കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് ഇതങ്ങ് വറ്റിച്ചിട്ടെടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും. തീ കുറച്ചിട്ടിട്ട് സാവധാനം വേണം അതൊരു പകുതിയോളം പാലാക്കി ഒന്ന് കുറുക്കിക്കൊണ്ടിരാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു പകുതിയോളം കുറുകി വരുമ്പോഴത്തേക്കും ചെറിയൊരു ക്രീം പരുവായിട്ട് നമുക്കിത് കിട്ടും. അതുവരെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതുപോലെ ഇളക്കി കൊടുത്തുനിന്ന് വറ്റി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പിസ്ത ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബദാം ഇതുപോലെ ചെറിയതായിട്ടൊന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പകരമായിട്ട് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ നിലക്കടല തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു പിസ്തായും ബദാമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതൊരു പകുതിയോളൊന്ന് കുറുകിയൊന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ വേണമെങ്കിൽ ഒരു 2-3 ഡ്രോപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ഡ്രോപ്പോളം ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ചെറിയൊരു ക്രീം പരുവായിട്ട് നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ആണെങ്കിൽ നമ്മളൊരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഞാനൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. നല്ലപോലെ തന്നെ നമുക്കൊന്ന് ചൂടാറി തണുത്ത് കിട്ടണം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു കുൽഫി ഉണ്ടാക്കുന്നത് ഗ്ലാസോ മോൾഡോ ഒന്നും തന്നെ വെച്ചിട്ടല്ല, ഇതുപോലെ നമ്മൾ ഓറഞ്ച് വെച്ചിട്ടാണ്. അത്യാവശ്യം നല്ല തൊലിക്ക് കട്ടിയുള്ള ഓറഞ്ച് വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള തൊലിയുള്ള ഓറഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 4 ഓറഞ്ചോളം നമ്മൾ ഇതിലേക്ക് എടുക്കുക. എന്നിട്ട് ഈ ഓറഞ്ചിൻ്റെ ഈ ഒരു ടോപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ആ ഒരു പൾപ്പ് മാത്രമായിട്ട് ആ ഒരു തൊലി പൊട്ടിപ്പോകാതെ ഒന്ന് എടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ല, ഓറഞ്ചിൻ്റെ ഒരു പൾപ്പ് ഫുള്ളായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫുൾ ഓറഞ്ച് നമുക്കൊന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഓറഞ്ചിനകത്തെ ഒരു പൾപ്പെല്ലാം തന്നെ തൊലിന്ന് പൊട്ടിപ്പോകാതെ തന്നെ ഞാനൊന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ ഒരു പാലിൻ്റെ ഒരു മിക്സ് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പോലെ തന്നെ നമുക്കിത് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലിൻ്റെ ഒരു മിക്സ് നല്ല പോലെ തന്നെ തണുത്ത് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മാത്രം നമ്മൾ ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി.
1 ടേബിൾ സ്പൂൺ അളവിൽ ഓറഞ്ച് പൾപ്പും കൊണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത നല്ല മധുരമുള്ള ഓറഞ്ച് ജ്യൂസ് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ചൂട് നല്ലപോലെ തന്നെ പോയതിനു ശേഷം മാത്രം വേണം നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഓറഞ്ച് ജ്യൂസ് 1/4 കപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. നല്ലപോലെ തന്നെ തണുത്തതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസ് ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓറഞ്ചിൻ്റെ ഒരു പൾപ്പൊക്കെ മാറ്റി ഓറഞ്ച് തൊലിയായിട്ട് മാത്രം എടുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഒരു ടോപ്പ് ഭാഗം കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ആ ഒരു മൂടി വെച്ച് നമ്മൾ അടച്ചു കൊടുക്കുമ്പോൾ അതിൽ ഓറഞ്ചിൻ്റെ ഒരു പൾപ്പ് ഉണ്ടാകാൻ പാടില്ല. അതും അങ്ങ് എടുത്ത് മാറ്റിയേക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിന് നമുക്ക് ഫ്രീസറിലേക്ക് ഒന്ന് എടുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഏകദേശം ഒരു 9-10 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായി കിട്ടും. സമയം ചിലപ്പോൾ ഒന്ന് കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കാം കേട്ടോ. നമ്മുടെ ഒരു ഫ്രിഡ്ജിൻ്റെ കൂളിങ്ങും കൂടെ അനുസരിച്ചാണ് അതൊന്ന് സെറ്റായി നമുക്ക് കിട്ടാൻ എടുക്കുന്ന സമയം. ഫ്രീസറിലേക്ക് നമ്മളിത് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിലൊരു ചെറിയ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ മറിഞ്ഞൊന്നും പോകാതെ കറക്റ്റായിട്ട് തന്നെ അത് അവിടെ ഇരുന്നോളൂ. അപ്പോൾ നമ്മുടെ കുൽഫി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതങ്ങ് ഫ്രീസറിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള കുൽഫിയാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വന്നാലും നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റിന് മുമ്പിൽ അത് വലിയ പണിയായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല കേട്ടോ. കുൽഫി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.